കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗാഥ സിത്താരയെ ചോദ്യം ചെയ്യുക. സത്യം പറഞ്ഞ മമ്മി, ഇവിടെ വന്ന ആ സ്ത്രീയെ ഞാൻ നേരത്തെ മമ്മിയുടെ ഒരു ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. അവർ ശരിക്കും ആരാ? അവരെങ്ങനെയാണ് മമ്മിയുടെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞത്? അന്നേരം സിത്താര ഒന്നും പറയാതെ ഗാഥയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗാഥ വിടുന്നില്ല കേട്ടോ. ഗാഥ വീണ്ടും അതിനെക്കുറിച്ച് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരിക്കും നവീൻ്റെ അച്ഛൻ നന്ദനും അവിടെ എത്തുന്നത്. അങ്ങനെ നന്ദനകത്തേക്ക് വരുന്നത് കാണുന്നതും സിനി അങ്ങോട്ടേക്ക് ചെല്ലുക. എന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ? ഒന്നുമില്ല, ഇതുവരെ ഒരു ആവശ്യത്തിന് പോയപ്പോൾ ഇവിടെ വന്ന് സിത്താരയും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ല, ആളില്ല അകത്ത്? ഉണ്ട്, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് സിനി മുകളിലേക്ക് ചെല്ലുകയാണ്. ഈ സമയം ഗാഥയാണെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം സിത്താര പൊട്ടിത്തെറിക്കണേ, അതെ, അവൾ തന്നെയാണ് നിൻ്റെ അച്ഛനെ, എൻ്റെ ഭർത്താവിനെ എൻ്റെ അരികിൽ നിന്നും തട്ടിപ്പറിച്ചതും. ഞങ്ങൾ തമ്മിൽ പിരിയാനുള്ള കാരണം അവൾ തന്നെയാണ്. അത് കേട്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടിലോട് കൂടി നിൽക്കുവാണ് ഗാഥ. താഴെ നിന്ന് ഇതെല്ലാം നന്ദഗോപനും കേൾക്കുന്നുണ്ടാവും. നന്ദനും ആകെ ഞെട്ടി നിൽക്കുവാണ്. ഈ സമയം ഗാഥ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ കൃഷ്ണ അവൾ ആരുടെ മോളാണ്? അയാൾക്കും ആ സ്ത്രീക്കും ഉണ്ടായതായിരിക്കും അവൾ എന്ന് സിത്താര പറയുന്നുണ്ട്. അതുകൂടി കേൾക്കുന്നതോടെ ഗാഥ ആകെ തകർന്നു പോകുമോ? അപ്പോൾ അവൾ ഞാൻ ഒരച്ഛൻ്റെ മോളാണോ? ഈ ലോകത്ത് എന്നെപ്പോലെ മറ്റാരും ഉണ്ടാകരുതെന്ന് വിചാരിച്ചു. അപ്പോളാണ് അവൾ എൻ്റെ രൂപത്തിൽ വന്നത്. ഇപ്പോൾ അവൾ എൻ്റെ അച്ഛൻ്റെ മോളും കൂടിയാണെന്നോ? അവളെൻ്റെ സഹോദരിയാണെന്നോ? ഇല്ല, എനിക്കത് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ രൂപത്തിൽ, എൻ്റെ അതേ രക്തത്തിൽ അങ്ങനെ ഒരു ഈ ഭൂമിയിൽ വേണ്ട. ഈ സമയം സിനിയാണെങ്കിൽ അടുത്ത് വന്ന് മാഡം എന്നൊക്കെ പറഞ്ഞ് പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഗാഥ അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. ഇതിനോടകം തന്നെ നന്ദനെല്ലാം മനസ്സിലാക്കി അവിടെ നിന്നും പോയിട്ടുണ്ടാവും. അന്നേരം സിനി പറയണേ, എനിക്ക് പറഞ്ഞേ പറ്റൂ മാഡം, അവിടെ താഴെ നവീൻ്റെ അച്ഛൻ കാണാൻ വന്നിട്ടുണ്ട്. അന്നേരം സിത്താര കണ്ണൊക്കെ തുടച്ച് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഗാഥ ചോദിക്കണേ, മമ്മി, ഈ കാര്യം ഇവിടെ വെച്ച് പറഞ്ഞ് അവസാനിപ്പിച്ച് പോകാൻ എന്താണ് വിചാരിക്കുന്നത്? അന്നേരം സിത്താര പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ അമ്മ മാത്രമല്ല, ഈ കുടുംബം നോക്കുന്ന ആൾ കൂടിയാണ്. അങ്ങനെ പറഞ്ഞ് സിനിക്കൊപ്പം താഴത്തേക്ക് ചെല്ലുവാണ്. അവിടെ അവർ നോക്കുമ്പോൾ നന്ദനെ കാണുന്നില്ല കേട്ടോ. അല്ല, എവിടെ നവീൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്? ഇവിടെ ഉണ്ടായിരുന്നു. ഇനി ചിലപ്പോൾ വല്ല ഫോൺ കോൾ വന്നിട്ട് പുറത്ത് പോയതാണോ എന്നറിയില്ല. ഈ സമയം ഗാഥയാണെങ്കിൽ ദേഷ്യത്തിലോടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അന്നേരം സിത്താര ഗാഥയുടെ പിന്നാലെ ചെല്ലുന്നുണ്ട്. മോളെ, എങ്ങോട്ടേക്ക് പോകുന്നത്? വീട് മമ്മി, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് ആരുമില്ല എന്നും പറഞ്ഞ് സിത്താരയുടെ കൈ തട്ടിമാറ്റി ഒറ്റക്കങ്ങ് ഇറങ്ങിപ്പോകുകയാണ്. ഈ സമയം സിത്താരയും സിനിയും കാറെടുത്ത് ഗാഥയുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. വഴിയിൽ വെച്ച് അവർ ഗാഥയെ കാണുന്നതും തടഞ്ഞു നിർത്തി തങ്ങളുടെ കൂടെ വരാൻ നിർബന്ധിക്കുകയാണ്. എന്നാൽ ഗാഥ അതൊന്നും കേൾക്കുന്നില്ല. എനിക്കിനി ഒന്നും കേൾക്കണ്ട, എനിക്ക് ആരുമില്ല. മമ്മിക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നില്ലേ? എല്ലാവരിനോടല്ലേ അവൾ എൻ്റെ മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? മമ്മിക്ക് ഇപ്പോൾ സ്നേഹിക്കാൻ അവളുണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ അവളെ തന്നെ സ്നേഹിച്ചോ? ഞാനിനി ആർക്കും ഭാരമായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നും പറഞ്ഞ് വീണ്ടും സിത്താരയുടെ കൈതട്ടി മാറ്റി ഗാഥ ദേഷ്യത്തിൽ റോഡിലൂടെ നടന്നു പോകുവാണ്. അന്നേരം അതുകൊണ്ട് ടെൻഷനോടുകൂടി നിൽക്കുക സിത്താര. ഈശ്വര, എൻ്റെ മോള്, അവളില്ലാതെ എനിക്ക് പറ്റില്ല സിനി. മാഡം വേഗം വാ. ഞാൻ മാഡത്തിൻ്റെ ഈ പോക്ക് കണ്ടിട്ട് ആകെ പേടിയാവുന്നു. മാഡം എന്തെങ്കിലും അബദ്ധം കാണിക്കും. അങ്ങനെ അവരും കാറിൻ്റെ ഗാഥയുടെ പിന്നാലെ തന്നെ പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദൻ താൻ മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയുവാണ് കേട്ടോ. അതൊക്കെ കേട്ടിട്ട് മുത്തശ്ശി പറയണേ, അപ്പോൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വ്യക്തമായി. കൃഷ്ണയും ഗാഥയും രണ്ടമ്മയുടെ മക്കളാണ്. പക്ഷേ ഇപ്പോഴും പൂജയെക്കുറിച്ചുള്ള പേടി മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ. ഇരട്ട കുട്ടികളിൽ ഒരാളായിരിക്കും ഈ കുടുംബത്തെ രക്ഷിക്കാൻ പോകുന്നതെന്ന് തിരുമേനി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും മനസ്സിൽ കിടന്ന് മുഴങ്ങുക. പൂജയുടെ അവസാനം കൃഷ്ണമോൾക്ക് എന്തെങ്കിലും പറ്റുമോ? അതെനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. അന്നേരം നന്ദൻ പറയുന്നുണ്ട്, അമ്മ പേടിക്കാതെ, കൃഷ്ണമോൾക്കൊന്നും പറ്റില്ല എന്നേ. ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള കുട്ടി തന്നെ അവള്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ കൃഷ്ണ തിരിച്ചെത്തുന്നത്. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, അല്ല മോളെന്താ നടന്നു വന്നിരിക്കുന്നത്? അന്നേരം കൃഷ്ണ പറയണേ, അത് പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പോയിരുന്നു, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ പോന്നു. അല്ല, മുത്തശ്ശിക്ക് എന്താ ഒരു വിഷമമുള്ള പോലെ? എന്തോ പറ്റി? എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ, ഞാനത് ഒട്ടും വഹിക്കാതെ നേരെ തന്നെ ഭഗവാനെ മുമ്പിച്ചെന്ന് പറഞ്ഞോളാം. അപ്പോൾ മുത്തശ്ശിയുടെ മനസ്സിലെ സങ്കടത്തിൻ്റെ ഭാരവും മാറും. അത് ഭഗവാനിൽ അർപ്പിച്ചതിന് ഒരു ആശ്വാസവും ഉണ്ടാവും. കൃഷ്ണൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ആശ്വസിപ്പിച്ചിട്ട് കൃഷ്ണ അകത്തേക്ക് പോകുക. ഈ സമയം നന്ദൻ പറയണേ, കണ്ടില്ലേ അമ്മേ, എന്ത് നല്ല കുട്ടിയാ. അവളെ കൂടെയുള്ളവരെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. ഇത്രയും നല്ലൊരു കുട്ടിയെ ദൈവം ഒരിക്കലും പരീക്ഷിക്കില്ല. പിന്നീട് കാണിക്കുന്നത് ഗാഥ അന്വേഷിച്ച് അവർ പോകുമ്പോൾ സിത്താരയും സിനിയും ഗാഥയെ കാണുന്നത് ഒരു പാലത്തിൻ്റെ മുകളിൽ വെച്ചാണ്. പാലത്തിൻ്റെ മുകളിൽ കയറി ആത്മഹത്യക്ക് ഒരുങ്ങി നിൽക്കുവാണ്ടോ ഗാഥ. ചുറ്റും ആൾക്കാരും ഒക്കെ കൂടിയിട്ടുണ്ടാവും. അന്നേരം സിത്താരയും സിനിയും അങ്ങോട്ടേക്ക് ഓടി ചെല്ലുക. മോളെ, താഴെ ഇറങ്ങ്, അമ്മ പറയുന്നത് കേൾക്ക്. വേണ്ട, മമ്മീനി ഒന്നും പറയണ്ട, മമ്മിക്ക് എന്നെ വേണ്ട, എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നും പറഞ്ഞു.
കൊച്ചുകുട്ടികളെപ്പോലെ ഓരോന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവിടെ നിന്ന് കരയുവാൻ കേട്ടോ. ഈ സമയം അവിടെ കൂടെ നിന്ന് ആൾക്കാർ ചിലത് പറയണേ, അതെ, കഴിഞ്ഞ ദിവസം ഈ പാളത്തിൽ നിന്ന് വീണ ഒരു പെൺകുട്ടിയെ അവരുടെ പൂട്ടി പോലും കിട്ടിയിട്ടില്ല, എത്രയും വേഗം പോലീസിനെ വിളിക്കാൻ നോക്ക്. പോലീസിനെ കാര്യം വിളിച്ചാൽ ആ നിമിഷം തന്നെ ഞാൻ ഇവിടെ നിന്ന് ചാടും എന്ന് കഥ പറയുക. അതുകൊണ്ട് സിത്താര പറയണേ, അയ്യോ പ്ലീസ് ആരും പോലീസിനൊന്നും വിളിക്കല്ലേ മോളെ, അമ്മ പറയുന്നത് ഒന്ന് കേൾക്ക്. മമ്മി മോൾക്ക് വേണ്ടി എന്തും ചെയ്യാം, മോള് പറയുന്ന എന്തും എടുത്തിരിക്കാം, മോളൊന്ന് ഇറങ്ങി വാ. ഇല്ല, ഞാൻ വരില്ല മമ്മി, എന്ത് തന്നെ പറഞ്ഞാലും ശരി, എനിക്കിനി ജീവിക്കണ്ട. ഈ സമയത്തായിരിക്കും നവീൻ്റെ കാർ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ പാലത്തിൻ്റെ അവിടെ ഒരാൾക്കൂട്ടം കണ്ട് മാണിക്കുഞ്ഞ് കാറ് നിർത്തി. സാറേ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് മാണിക്കുഞ്ഞ് അങ്ങോട്ടേക്ക് നടന്നു പോകുക. പെട്ടെന്ന് തന്നെ നവീൻ മാണിക്കുഞ്ഞിനെ തിരിച്ചു വിളിക്കണേ, താനിങ്ങ് വന്നേ, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടേ, വെറുതെ അതും ഇത് നോക്കി നിൽക്കാതെ വേഗം വണ്ടി എടുക്കുക എന്നും പറഞ്ഞ് മാണിക്കുഞ്ഞിനെയും കൂട്ടി നവീൻ അവിടെ നിന്ന് പോകുവാണ്. അതുകൊണ്ട് തന്നെ അവർ അവിടെ നിൽക്കുന്നത് ഗാഥയാണെന്ന് കാണുന്നില്ല കേട്ടോ. ഈ സമയം സിത്താര ഇത്രയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഗാഥ അടങ്ങുന്നില്ല. അന്നേരം സിത്താര വേറെ വഴിയില്ലാതെ ഒരു തീരുമാനം എടുക്കുക. എൻ്റെ മോളില്ലാത്ത ഈ ജീവിതത്തിൽ ഞാനും ജീവിക്കില്ല. ഈ അമ്മ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് കേൾക്കാൻ വയ്യല്ലേ, ഇനി എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം എന്ന് പറഞ്ഞ് സിത്താരയും ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ തുടങ്ങുവാണ്. അത് കാണുന്നതും ഗാഥ അങ്ങ് ഞെട്ടിപ്പോകുക. മമ്മി എന്തായി കാണിക്കുന്നേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വന്ന് സിത്താരയെ പിടിച്ച് മാറ്റുവാണ്. എന്നിട്ട് ആ മമ്മിയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് കേട്ടോ ഗാഥ. എന്താ മമ്മി ഇത്, എനിക്ക് മമ്മിയല്ലാതെ വേറെ ആരാ ഉള്ളത്, മമ്മിയെ എനിക്ക് ഒത്തിരി ഇഷ്ടം, ജീവനാണ്, മമ്മിയുടെ സ്നേഹം മറ്റൊരാൾക്ക് പോകുന്നത് എനിക്ക് സഹിക്കാനാവില്ല എന്നും പറഞ്ഞ് പൊട്ടിക്കരയുവാണ്. അങ്ങനെ സങ്കടത്തോടെ ഗാഥയെ ചേർത്ത് പിടിക്കുവാണ്ട് സിതാര. അപ്പോൾ അതൊക്കെയാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് സുനന്ദ തിരികെ സിതാരയുടെ വീട്ടിൽ ജോലിക്ക് വരുവാണ്. അവിടെ തിരിച്ചു വരുന്ന സുനന്ദെ സിതാര ജോലിയിലെടുക്കുന്നുണ്ട്. ഈ സമയം ഗാഥയാണെങ്കിൽ സിതാരയോട് ഗാഥയുടെ മനസ്സിലുള്ള ചില സംശയങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇനി ഇവള് ഇവിടെ നിൽക്കുന്നത് മറ്റെന്തെങ്കിലും ഉദ്ദേശം കൊണ്ടാണോ, അക്കൃഷ്ണയോടും അവളുടെ അമ്മയോടും ഒക്കെയാണല്ലോ ഇവൾക്ക് കൂറും. അന്നേരം സിതാര പറയണേ, ഇനി കൂടെ നിന്ന് ചതിക്കാൻ അവൾക്കും അവളുടെ ഭർത്താവിന് തോന്നിയ അത് ചാവാനുള്ള ബുദ്ധിയാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തുന്ന നവീൻ അവിടെ നിൽക്കുന്ന കൃഷ്ണയുടെ അരികിലേക്ക് പമ്മി പമ്മി ചെന്ന് പിറകിലൂടെ വന്ന് കൃഷ്ണയെ പൊക്കിയെടുത്ത് കറക്കുവാണ്ടോ. അന്നേരം ഇത് കണ്ട് കൃഷ്ണയെ അങ്ങ് പേടിച്ചു പോകുക. അയ്യോ നവീൻ, എന്തായി കാണിക്കുന്നത്, താഴെ ഇറക്കും നവീൻ. ഈ സമയം ഈ കാഴ്ച കണ്ട് കീർത്തിയും മാണിക്കുഞ്ഞും നിർമ്മലയും മുത്തശ്ശി എല്ലാവരും വരുവാണ് കേട്ടോ. പിന്നീട് കീർത്തി നിർമ്മലയോട് പരാതി പറയണേ, കണ്ടില്ലേ അമ്മ നടക്കുന്നതൊക്കെ, ഞാൻ നവീൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചതാ, ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളൊക്കെയാണ് മറ്റൊരാൾ എൻ്റെ കൺമുമ്പിൽ നിന്ന് അനുഭവിക്കുന്നത്, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല മമ്മി. അന്നേരം നിർമ്മല പറയണേ, നീ സമാധാനമായിട്ടിരിക്കെ, ഇവളുടെ ഈ സന്തോഷമൊന്നും അധികം നാളുണ്ടാകാൻ പോകുന്നില്ല, അതെങ്ങനെയാണ് നിർത്തേണ്ടതെന്നൊക്കെ ഈ നിർമ്മലക്കറിയാം. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.